ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊൽക്കത്തയിലെ RG കാർ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് 31 വയസ്സുള്ള ഡോക്ടർ മൗമിത ദേബ്നാഥ് എന്ന് പറയുന്ന ജൂനിയർ ഡോക്ടറിനെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. ശേഷം പോലീസ് കേസ് ഏറ്റെടുക്കുകയും പ്രതിയെന്ന് ഉറപ്പുള്ളൊരു വ്യക്തിയെ കസ്റ്റഡിയിലെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നാൽ കോടതി പറഞ്ഞത് പോലീസ് ഇതൊരു ആത്മഹത്യയായിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കി എന്നാണ്. അങ്ങനെ ഈ ആശുപത്രിയുടെയും സർക്കാരിൻ്റെയും വീഴ്ച കണ്ടിട്ട് കോടതി ഇത് CBIക്ക് കേസ് കൈമാറുകയുണ്ടായി. അങ്ങനെ ഇപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരുപാട് പ്രോട്ടസ്റ്റുകൾ രാജ്യത്ത് ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയൊക്കെ ആയിട്ട്. അങ്ങനെ ഇന്നലെ അഥവാ ബുധനാഴ്ച രാത്രി RG കാർ മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലായിട്ട് 100-ലധികം ഡോക്ടേഴ്സും മെഡിക്കൽ സ്റ്റാഫുകളും അതുപോലെ തന്നെ നഴ്സുമാരൊക്കെ പ്രോട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ പീസ്ഫുൾ ആയിട്ട് പ്രോട്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വെസ്റ്റ് ബംഗാളിൻ്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരം ഒരുപാട് ഗുണ്ടകൾ വന്നിട്ട് ഈ പ്രോട്ടസ്റ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സിനെയും മെഡിക്കൽ സ്റ്റാഫുകളൊക്കെ ആക്രമിച്ചു. ഒരുപാട് CCTV ക്യാമറകൾ തല്ലിപ്പൊളിച്ചു. OPD വാർഡ്, എമർജൻസി വാർഡ്, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകളൊക്കെ ഇവർ വടികൊണ്ടും മറ്റും തല്ലിപ്പൊളിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ ഏറ്റവും വേദനാജനകമെന്ന് പറയുന്നത് ഇത് കണ്ടു നിന്ന അവിടെ സാന്നിധ്യമുണ്ടായിരുന്ന പോലീസുകാർ ഒരു ആക്ഷൻ പോലും എടുത്തില്ല എന്നുള്ളതാണ്. കൂടാതെ ഈ ആക്രമിക്കാൻ വരുന്ന ഗുണ്ടകളെ ഈ പോലീസുകാർ കടത്തിവിടുകയാണ് ചെയ്തത്. നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 78 വർഷമായി. ബട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആർ വി റിയലി ഫ്രീ? ആർ ദി ഡോട്ടേഴ്സ് ആൻഡ് വിമൻ ഓഫ് അവർ ഇന്ത്യ റിയലി ഫ്രീ?